നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഗൂഗിൾ അക്കൗണ്ടും യൂട്യൂബ് ചാനലും എല്ലാം ഹാക്കേഴ്സിൻ്റെ കയ്യിലായിരുന്നു. അതുകൊണ്ടാണ് പുതിയതായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ഞാൻ ഏകദേശം 10-20ഓളം വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജിമെയിൽ അക്കൗണ്ടാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൽ എൻ്റെ പ്രധാനപ്പെട്ട കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ബാങ്ക് പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എല്ലാം ലിങ്ക് ചെയ്തിരുന്നത്, ഗൂഗിൾ ആഡ്സെൻസ് ഒക്കെ ലിങ്ക് ചെയ്തിരുന്നത് ഈ അക്കൗണ്ടിലായിരുന്നു. അപ്പോൾ ഇത് ഹാക്ക് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു 8ൻ്റെ പണിയാണ് കിട്ടിയത്. ഞാൻ ആദ്യം എനിക്കിത് മനസ്സിലായില്ല, കാരണം നമ്മളെപ്പോഴും പേഴ്സണൽ അക്കൗണ്ട് അങ്ങനെ ചെക്ക് ചെയ്യാറില്ലായിരുന്നു. കൂടുതലായിട്ടും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെയാണ് ഈ നമ്മുടെ ചാനലിൽ ചില റിലേറ്റഡ് അല്ലാത്ത ചില വീഡിയോസ്, ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ചില വീഡിയോസൊക്കെ അപ്ലോഡ് ആകാൻ തുടങ്ങിയത് അറിയിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോഴത്തേക്കും എല്ലാം കയ്യിൽ നിന്ന് പോയിരുന്നു. അവർ നമ്മുടെ പേഴ്സണൽ ഇമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്തു, അതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്തു, റിക്കവറി ഇമെയിൽ അഡ്രസ്സും ചേഞ്ച് ചെയ്തു, പിന്നെ ഉള്ളത് കോൺടാക്ട് ഡീറ്റെയിൽസും ചേഞ്ച് ചെയ്തു. അപ്പോൾ ഒരു വിധത്തിൽ നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിനെ മാറ്റി. സാധാരണ ഇതിൽ ഹാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ചിലരൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ആ റിക്കവറി ഇമെയിൽ അഡ്രസ്സൊക്കെ വെച്ചും ഈ OTP വെച്ചൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഒരു തരത്തിലും അതിനെ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് മാറ്റി. കാരണം അക്കൗണ്ട് എൻ്റെ വല്ലാത്ത രീതിയിലായി, അതായത് ഹാക്കേഴ്സിൻ്റെ അക്കൗണ്ട്. ഗൂഗിളിൽ പോലും പിന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ ഏറ്റവും സർപ്രൈസിങ് എലമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത ഒരു അക്കൗണ്ടാണ് ഹാക്ക് ചെയ്തത്. സാധാരണ രീതിയിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സേഫ് ആണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലായ കാര്യം, മിററിങ്, അതായത് IP അഡ്രസ് മിററിങ് ഓപ്ഷൻ വെച്ചിട്ടായിരിക്കാം ഇതിങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഗൂഗിൾ പോലും ഒരുപക്ഷെ ഇത് റെക്കഗ്നൈസ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായ രീതിയിലുള്ള ഒരു വഴിയിലും ഈ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ കാണാൻ പറ്റുന്നത് ഗൂഗിൾ സപ്പോർട്ടിൻ്റെ ഓപ്ഷൻ വഴി കോംപ്രമൈസ്ഡ് അല്ലെങ്കിൽ ഹാക്ഡ് അക്കൗണ്ട് തിരിച്ചെടുക്കാനുള്ള കുറേ വഴികളുണ്ട്. അതിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ ഓപ്ഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോഴും മനസ്സിലാകുന്നത് ഒന്നെങ്കിൽ OTP വരും, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ലിങ്ക് വരും, അങ്ങനെയൊക്കെ രീതിയിലാണ്, അല്ലെങ്കിൽ ചില കീ ഒക്കെ വെച്ചിട്ട്. പക്ഷേ ഇതൊന്നും അവൈലബിൾ അല്ലായിരുന്നുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആദ്യം കുറേ പേരുടെ ഇതിനെപ്പറ്റി അന്വേഷിച്ചു, കൃത്യമായ മറുപടിയൊന്നും കിട്ടിയില്ല. ഞാൻ ഗൂഗിൾ സപ്പോർട്ടിലൊക്കെ കയറി നോക്കി. അപ്പോഴാണ് വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത്, ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ 1000-ൽ ഒരാൾ മാത്രമാണ് ഞാൻ. അപ്പോൾ പലരും പറയുന്ന ഓപ്ഷൻസ്, ചില കോഡിംഗ് ഒക്കെ വെച്ചിട്ട് ചില ഓപ്ഷൻസ് ചിലർ പറഞ്ഞിരുന്നു, അതൊന്നും വർക്കായില്ല എനിക്ക്. പിന്നെ ഞാൻ കുറേ യൂട്യൂബ് ചാനൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. ആ യൂട്യൂബ് ചാനലിലും എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഒന്നിലും കിട്ടിയില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ലെന്ന്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ആദ്യം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു, സൈബർ സെല്ലുകൾക്കൊക്കെ റിപ്പോർട്ട് ചെയ്തു, എൻ്റെ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്കുകൾക്കൊക്കെ ഞാൻ മെയിൽ അയച്ചു അക്കൗണ്ട് ഹാക്കായി എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഈ ഇമെയിൽ അഡ്രസ്സ് ഞാൻ ചേഞ്ച് ചെയ്തു. അതിനൊക്കെ ഒതൻറ്റിക്കേറ്റർ ആപ്ലിക്കേഷനും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും ഒക്കെ എനേബിൾ ചെയ്തു. അങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് ഞാൻ ആദ്യം ചെയ്തത്. പിന്നെ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. ഞാനിപ്പോൾ ആയിരിക്കുന്ന രാജ്യത്തെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ സൈബർ സെല്ലായിരുന്നു. പക്ഷെ അവരും പറഞ്ഞ് ചെക്ക് ചെയ്തിട്ട് അവർക്കും ഇതിൽ ഈ അക്കൗണ്ട് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷനൊന്നും അവർക്കും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ ഈ കംപ്ലയിൻറ്റ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് വിചാരിച്ചിട്ടല്ല. പിന്നീട് നമ്മുടെ ഈ അക്കൗണ്ട് വെച്ചിട്ട് അവരെന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ പിന്നീട് ബാധിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മാത്രമായിരുന്നു, അങ്ങനെ നമ്മൾ പെട്ടുപോകരുത്, അതുകൊണ്ട് മാത്രമായിരുന്നു അതൊരു ഡോക്യുമെൻ്റ് ആയിട്ട് എവിഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഞാൻ പിന്നീട് ചെയ്ത കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഷെയർ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിലും ഒരു പ്ലാറ്റ്ഫോമുകളിലൊന്നും ഈ ഒരു റിക്കവറി ഓപ്ഷൻ, ഞാനിപ്പോൾ ചെയ്ത രീതിയിലുള്ള റിക്കവറി ഓപ്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ആരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ റിക്കവറി ഇമെയിൽ അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസും പാസ്വേഡും എല്ലാം ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ടും ഈ അക്കൗണ്ട് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഇത് തിരിച്ചെടുക്കാനുള്ള ഒരേ ഒരു വഴി എൻ്റെ നിലവിലുള്ള അറിവ് വെച്ചിട്ട് ഇപ്പം ഞാൻ ചെയ്തത് മാത്രമാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അക്കൗണ്ട് തിരിച്ചു കിട്ടി. അപ്പോൾ അത് ആർക്കെങ്കിലും ബെനിഫിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കൂടിയാണ് ഈ കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉള്ളത്, ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഇതുവഴി പഠിച്ചു.
എങ്ങനെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഒക്കെ സേഫായിട്ട് സൂക്ഷിക്കാമെന്ന് അത് കുറച്ച് ടിപ്സായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്നോട് പറയാൻ പോകുന്നത് എനിക്ക് എങ്ങനെ അക്കൗണ്ട് തിരിച്ചു കിട്ടിയത്. ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനിത് സൈബർ സെല്ലിനും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഞാനത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു എന്നാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് ഞാൻ ചെയ്തത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഒക്കെ എൻ്റെ നിലവിലുണ്ടായിരുന്ന ഇമെയിൽ അഡ്രസ്സുകളെല്ലാം ഞാൻ മാറ്റി അതിനൊക്കെ ടൂറിസ്റ്റ് വെരിഫിക്കേഷനും ഒതൻറ്റിക്കേറ്റർ ആപ്പ് ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് ഞാൻ പല കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും മാത്രമായില്ല, കാരണം അപ്പോഴും ഹാക്ക്ഡായി തന്നെ കിടക്കുവാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഹാക്കായ അക്കൗണ്ട് അത് വെച്ചിട്ടായിരുന്നു എൻ്റെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ലിങ്ക് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ആ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് ഞാൻ ഏതൊക്കെ മെയിൽ ഐ ഡികൾ ആക്സസ് ചെയ്തിട്ടുണ്ടോ, പേഴ്സണൽ മെയിൽ, ഫാമിലി മെമ്പേഴ്സിൻ്റെ, ഇത് എല്ലാം അവർക്ക് ആക്സസിബിൾ ആയി എന്നുള്ളതാണ് ഇതിലെ രസം. അപ്പോൾ നമുക്ക് ഒരു തരത്തിലും പിടികിട്ടാത്ത രീതിയിൽ ഇത് മാറിയിരുന്നു. എനിക്ക് തന്നെ എൻ്റെ പ്രതീക്ഷകളൊക്കെ കുറേയൊക്കെ പോയി, എന്നാലും ഞാനിത് വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അപ്പോൾ ഓൾറെഡി നമുക്ക് മെയിൽ പോയി, പിന്നെ നമുക്ക് ഇതിൽ നിന്ന് മെയിൽ അയക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. പിന്നെ സാധാരണ ഇതിൽ ഗൂഗിളിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് എവിടെയും കിട്ടുകയില്ല. ഇവരുടെ മെയിൽ ഐ ഡികളൊന്നും നമുക്ക് കിട്ടാൻ വഴിയില്ല, ഇവരുടെ ഫോൺ നമ്പർ നമുക്ക് കിട്ടാൻ വഴിയില്ല. അപ്പോൾ അവസാനം ഞാൻ ശ്രമിച്ചൊരു കാര്യം, ഞാനൊരു പുതിയ ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഹെൽപ്പ് ഡെസ്കിലേക്ക് പോയി. അതായത് നമ്മൾ ഗൂഗിളിൻ്റെ ഇൻ്റർഫേസ് തുറന്നു കഴിയുമ്പോൾ ആ വലതുവശത്തായിട്ടൊരു 3 ഡോട്ട്സ് ഉണ്ടാവുമല്ലോ. ആ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സേവ്ഡ് ഐറ്റംസും ഹിസ്റ്ററിയൊക്കെ കാണുന്ന ഒരു ഓപ്ഷൻ്റെ താഴെയായിട്ട് ഒരു ഹെൽപ്പ് എന്നൊരു ഓപ്ഷനുണ്ട്. ആ ഹെൽപ്പ് എന്ന ഓപ്ഷനിൽ പോയി അതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ഓപ്ഷനുണ്ട്, നമുക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന രീതിയിൽ. അതിൽ നമുക്ക് എന്താണ് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അറ്റാച്ച്മെൻറ്റ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് എൻ്റെ പേഴ്സണൽ ഇമെയിൽ അഡ്രസ്സ് ഇങ്ങനെ ഹാക്കായി, ഇന്നതൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് ഒരു ഡീറ്റെയിൽസ് അതിൽ സബ്മിറ്റ് ചെയ്തു. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു ചാറ്റ് ഓപ്ഷൻ ഓപ്പണായി വന്നു. സാധാരണ രീതിയിൽ ഗൂഗിൾ ചാറ്റ് ഓപ്ഷനൊന്നും ലൈവ് ചാറ്റ് ഓപ്ഷനൊന്നും അങ്ങനെ ഓപ്പണായി വരാറില്ല. പക്ഷേ ഈ വഴി ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കതിൽ ലൈവ് ചാറ്റ് ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വന്നു. ഇത് ഞാൻ ആദ്യം ഒന്ന് ചെയ്തപ്പോൾ എനിക്ക് വന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സംശയമുണ്ട്, ഞാൻ ഒരു തവണ കൂടി ചെയ്ത് നോക്കി, ഇത് സബ്മിറ്റ് ആയോ എന്ന സംശയമുണ്ട്. അപ്പോഴാണ് എനിക്ക് ഈ ചാറ്റ് ഓപ്ഷൻ ഓപ്പണായി വന്നത്. ഈ ചാറ്റ് ഓപ്ഷൻ ഓപ്പണായി വന്നെങ്കിലും എനിക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഏകദേശം 25ഓളം പേര് ക്യൂവിലുണ്ടായിരുന്നു. 1.5 മണിക്കൂറോളം രാത്രി മുഴുവൻ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ലൈവ് ചാറ്റ് ഓപ്ഷൻ ഓപ്പണായി വന്നത്. ഇത് ഓപ്പണായി വന്ന ശേഷം ഞാൻ അതിലെ ഒരു ഏജൻറ്റ് ജോയിൻ ചെയ്തു. ഗൂഗിളിൻ്റെ എക്സിക്യൂട്ടീവ്സ് ആയിരുന്നു. ആ എക്സിക്യൂട്ടീവിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് നിലവിൽ എൻ്റെ അക്കൗണ്ടിൻ്റെ അവസ്ഥ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ലീഗലായുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് അക്കൗണ്ട് എങ്ങനെ തിരിച്ചു വേണം എന്നൊക്കെ പറയും. അപ്പോൾ അവർ നോർമലായിട്ട് അവർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഇത് ഓൾറെഡി ഹാക്കേഴ്സിൻ്റെ കയ്യിലായി, പിന്നെ അവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. നമ്മളിപ്പോൾ പറയും ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നൊക്കെ പറയുമെങ്കിലും അവർക്ക് ഗൂഗിളിന് അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് മാറിയിരുന്നു. അപ്പോൾ അവർ അവസാനം പറഞ്ഞ ഓപ്ഷൻസ് ഒന്നും ഇങ്ങനെ നമ്മൾ നേരത്തെ ട്രൈ ചെയ്ത ഓപ്ഷൻസ് തന്നെയാണ്, അതൊക്കെ ചെയ്ത് നോക്കാൻ പറഞ്ഞു. കുറേ ലിങ്കുകൾ തന്നു, അതൊക്കെ ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കി. ഇതൊക്കെ ഇങ്ങനെ ഒന്നെങ്കിൽ OTP വരും, അല്ലെങ്കിൽ നമ്മൾ ഈ മെയിൽ അഡ്രസ്സിലേക്ക് ഒരു ലിങ്ക് പോകും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ മെയിൽ അഡ്രസ്സ് നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ OTP നമുക്ക് വരാൻ പറ്റുന്ന മൊബൈൽ നമ്പർ അല്ല അതിലിപ്പോൾ ലിങ്ക് ആയിരിക്കുന്നത്. ഹാക്കേഴ്സ് അതെല്ലാം ചേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഒരു വഴിയില്ലാണ്ട് ഞാൻ കൃത്യമായിട്ട് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവർ കൈ വളർത്തി കഴിഞ്ഞു. കാരണം നമുക്കറിയാം ഗൂഗിളിനുള്ള കോടിക്കണക്കിന് അക്കൗണ്ടുകളിൽ ഒരു അക്കൗണ്ട് മാത്രമാണ് അവർക്കത് നമ്മുടെ അക്കൗണ്ട് പോയോ കിട്ടിയെന്നോ തന്ന വിഷയമൊന്നുമല്ല, നമുക്കാണല്ലോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചവർ ബ്ലെയിം ചെയ്യാനൊക്കെ തുടങ്ങി ഈ ചാറ്റിൽ തന്നെ. ഹാക്കേഴ്സ് നിങ്ങളെക്കാളും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ബ്ലെയിം ചെയ്യാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ അവസാനം പറഞ്ഞു, ഓക്കെ ഞങ്ങൾക്ക് നിലവിൽ നമ്മുടെ ഭാഗത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് സീനിയർ എക്സിക്യൂട്ടീവ്സിനെ ഞങ്ങളത് ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് വെയിറ്റ് ചെയ്തു. അങ്ങനെ അവർ ആദ്യം യൂട്യൂബിൻ്റെ സെക്ഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ ചെക്ക് ചെയ്തു. അവർ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ ചില ഇറലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഞങ്ങൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളത് നോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഹയർ അതോറിറ്റീസിന് വീണ്ടും അത് ഹാൻഡ് ഓവർ ചെയ്തു ഗൂഗിളിൻ്റെ. അവരെല്ലാം ചെക്ക് ചെയ്ത് ഞാൻ അവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഒരു വിധത്തിൽ വിട്ടുകൊടുത്തില്ല, ഈ ചാറ്റ് ഞാൻ എൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ അവസാനം അവർ പറഞ്ഞു, ഓക്കെ വിത്തിൻ 2 days നിങ്ങളെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു, ഇത് ചെക്ക് ചെയ്തിട്ട്. അപ്പം എനിക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു. അപ്പോൾ ഞാൻ എത്ര സമയത്ത് എടുക്കും, 48 hours എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാനത് വെയിറ്റ് ചെയ്ത് ഇവരെന്നെ കോൺടാക്ട് ചെയ്തു.
അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു മെയിൽ വന്നു. ആ മെയിലിൽ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. അപ്പോഴും ഞാൻ ഈ പഴയ പറഞ്ഞ അതേ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു. അപ്പോഴും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർ വീണ്ടും പഴയ ഈ ഇമെയിൽ അഡ്രസ്സിൽ റിക്കവറി ചെയ്യാനുള്ള ഗൂഗിൾ സപ്പോർട്ടിൻ്റെ ചില ഓപ്ഷൻസ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ തന്നെ വീണ്ടും നമുക്ക് തന്നു ട്രൈ ചെയ്യാൻ. പക്ഷെ അപ്പോഴും ഒന്ന് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഇതാണ് സംഭവം പഴയ പോലെ തന്നെ. അപ്പോൾ നമുക്കിത് പെർമനൻ്റ് ആയിട്ട് അക്കൗണ്ട് കിട്ടാനുള്ള ഒരു വഴിയില്ല. അപ്പം ഞാനിവരോട് പറഞ്ഞു നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല, ഞാനിതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസമായിട്ട്. അങ്ങനെ പറഞ്ഞ് ഇതൊക്കെ എൻ്റെ പുതിയ ഇമെയിൽ അഡ്രസ്സിലേക്കാണ് ഇവർ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു ലീഗൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ അതൊന്നും അവർക്ക് അക്സസ് ചെയ്യാൻ അതുകൊണ്ട് കാര്യമില്ല. കാരണം ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും അവർ ചോദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് മാത്രം വെച്ചിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന വെച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ചാനൽ ഗൂഗിൾ ആഡ്സെൻസിൽ ഞാനിത് ബാങ്ക് അക്കൗണ്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് കൊണ്ട് കാര്യമില്ല, ഗൂഗിൾ ആഡ്സെൻസ് ഇവർ നേരിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്ന കാര്യമല്ല, ഓൺ ചെയ്യുന്ന കാര്യമല്ല, അത് വേറൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അങ്ങനെയൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ അതും നടക്കാത്ത സംഭവമായി. പക്ഷേ ഇപ്പോൾ മെയിലുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുമല്ലോ കേട്ടോ. ഞാനത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അടുത്ത മെയിൽ വരുന്നു, ചിലപ്പോൾ 1 ദിവസം കഴിയുമ്പോൾ അടുത്ത മെയിൽ വരുന്നു, ചിലപ്പോൾ ഒരാളല്ല വേറെ ഏജൻ്റ് ആയിരിക്കും കോൺടാക്ട് ചെയ്യുക. പക്ഷേ ഞാനിത് വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ പിന്നെയും ഇവരോട് വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഞാൻ പഴയ ചെയ്ത പോലെ ഇവരെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇത് നിങ്ങളെ ഹാക്കേഴ്സ് നിങ്ങളെക്കാളും ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആണ്, നമ്മൾ ഇത്രയും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഭാഗത്തൊരു പോസിറ്റീവ് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് മെയിലുകൾ വന്നു. ആ മെയിലിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്കൊരു സ്പെഷ്യൽ അക്കൗണ്ട് റിക്കവറി ഓപ്ഷൻ ഞങ്ങൾ തരാം. അതിൻ്റെ ഹെഡിങ് സ്പെഷ്യൽ അക്കൗണ്ട് റിക്കവറി. അത് വെച്ചിട്ട് നിങ്ങളുടെ പുതിയ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഏതിലേക്കാണ് നിങ്ങൾക്ക് OTP വരേണ്ടത് ആ ഇമെയിൽ അഡ്രസ്സ് തരാൻ പറയും. അങ്ങനെ ഞാൻ ആ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു OTP വന്നു. ആ OTP ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അങ്ങനെ അതവർ സബ്മിറ്റായി. എന്നിട്ട് സബ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് പ്രോസസ്സ് കംപ്ലീറ്റ് ആയെന്നാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് പുതിയൊരിത് വന്നു. ഞാൻ കൊടുത്ത പുതിയ ഇമെയിലേക്ക് തന്നെ ഒരു ലിങ്ക് വന്നു. നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പഴയ ഇമെയിലിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ചേഞ്ച് യുവർ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ വന്നു. അങ്ങനെ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്തു. അതൊന്നും കൂടെ റീവെരിഫൈ ചെയ്തു. അപ്പോൾ ഈ ചാനലിലേക്ക് നമ്മുടെ പുതിയ പഴയ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ടും അങ്ങനെ തിരിച്ചു കിട്ടുകയാണ് ഉണ്ടായത്. ഇതാണ് ഞാൻ കണ്ടെത്തിയൊരു വഴി. കൂടുതലായിട്ട് ചിലപ്പോൾ ടിപ്സ് ടെക്നിക്കൽ നോളജ് ഉള്ളവർക്ക് അറിയാതിരിക്കാം. പക്ഷേ ഞാൻ ഗൂഗിൾ സപ്പോർട്ടിലും ഗൂഗിൾ സപ്പോർട്ട് കമ്മ്യൂണിറ്റിയിലും ഒക്കെ സെർച്ച് ചെയ്തപ്പോഴും ഒത്തിരി പേര് സംശയം ചോദിച്ചപ്പോഴും ഇതിലൊന്നും ഒരു പെർമനൻ്റ് ഓപ്ഷൻ പലരും നഷ്ടപ്പെട്ടു, ചാനൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കതിലൊന്നും ഒരു ബെനിഫിറ്റായിട്ടൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ചെയ്ത ശേഷം ഞാൻ എല്ലാ ഈ ഡിലീറ്റ് ആയിട്ടുള്ള വീഡിയോസ്, അപ്ലോഡഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒന്നും കൂടെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ സേഫ് ആക്കി. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിലേക്ക് മാറ്റി. ഞാൻ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ആപ്ലിക്കേഷനിലേക്ക് മാറ്റി OTP അവിടെ വരുന്ന രീതിയിൽ അങ്ങനെ കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും സേഫ് ആക്കി. ചാനലും ഗൂഗിൾ അക്കൗണ്ടും എല്ലാം സേഫ് ആക്കി. അപ്പോൾ ഇത് ഒന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആയിട്ട് എങ്ങനെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സേഫായിട്ട് സൂക്ഷിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമ്മുടെ അക്കൗണ്ട്സ് എങ്ങനെ സേഫായിട്ട് സൂക്ഷിക്കാം എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സ് ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. അത് ഞാൻ ഷെയർ ചെയ്യും. അതൊരു വേറൊരു വീഡിയോയിലായിരിക്കും. ഇനി അങ്ങോട്ട് കുറച്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. സൈക്കോളജിക്കലായിട്ടുള്ളതും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക.